എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തിയിരിക്കുകയാണ്. ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന നിമിഷമാണിത്. മത്സരാർത്ഥികളിൽ ഒന്നോ രണ്ടോ പേരുകൾ ഒഴികെ 18 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മത്സരാർത്ഥികൾ ഇപ്പോൾ ചെന്നൈയിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പുകളിലും ഷോപ്പിംഗിലും മെഡിക്കൽ ചെക്കപ്പുകളിലുമാണ്. ഇനി വെറും 10-11 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂലൈ 27, 28, 29 തീയതികളിലായി എല്ലാവരും തന്നെ ചെന്നൈയിലെത്തും. അവിടെ ഒരു ദിവസത്തെ ക്വാറന്റൈനും അതിനുശേഷം ഡാൻസിന്റെയും പാട്ടിന്റെയും റിഹേഴ്സലുകളും ഉണ്ടാകും. ആഗസ്റ്റ് 1 ഡാൻസ് പെർഫോമൻസും പാട്ടും കൂത്തുമൊക്കെ സ്റ്റേജിൽ നടക്കും. ആഗസ്റ്റ് 2 മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥികളെ കൈപിടിച്ച് കയറ്റുമെന്നും ആഗസ്റ്റ് 3 ഗ്രാൻഡ് ലോഞ്ചിൽ സീസൺ 7 കാണാമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റാർ സിംഗറിൽ മോഹൻലാലിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ബിഗ് ബോസിന്റെ പ്രഖ്യാപനവും തീയതിയും വീണ്ടും എടുത്തു പറയുന്നതും പ്രൊമോഷൻ നൽകുന്നതുമായ കാര്യങ്ങളുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്ഥിരീകരിച്ച 18 മത്സരാർത്ഥികളുടെ വിവരങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യമായി ബിന്നി സെബാസ്റ്റ്യൻ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഗീതാ ഗോവിന്ദം സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയാണ് ബിന്നി സെബാസ്റ്റ്യൻ. ഒരു ബോൾഡും സ്ട്രോങ്ങുമായ വ്യക്തിത്വമാണ് ഇവരുടേത്. ബിഗ് ബോസിൽ ഒരു സൂപ്പർ ബോൾഡ് കണ്ടസ്റ്റന്റ് ആകാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ് താരം. അടുത്തത് ആര്യൻ കലൂരിയ. രൺബീർ കപൂറിന്റെ ലുക്കുള്ള നടനാണ് ആര്യൻ കലൂരിയ. ഒരുപക്ഷെ ലവ് ട്രാക്കുകൾക്ക് സാധ്യതയുണ്ടെന്നും നല്ലൊരു ഗെയിമറാകാൻ ചാൻസുകളുണ്ടെന്നും തോന്നുന്നു. നെക്സ്റ്റ് ഷാരിക. ഹോട്ട് സീറ്റിലിരുത്തി എല്ലാവരെയും വെള്ളം കുടിപ്പിക്കുന്ന ഇന്റർവ്യൂവറായ ഷാരികയുടെ വ്യക്തിത്വം ഭയങ്കര ബോൾഡാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്റർവ്യൂവിൽ കാണുന്ന ഷാരികയാണ് യഥാർത്ഥ ഷാരികയെങ്കിൽ ബിഗ് ബോസ് വീട് കുലുങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഷാനവാസ് ഷാനു. പ്രേക്ഷകർ 2-3 സീസണുകളിലായി ബിഗ് ബോസിൽ കാണാൻ ആഗ്രഹിച്ച സീരിയൽ നടനാണ് ഷാനവാസ് ഷാനു. കുങ്കുമപ്പൂ എന്ന സീരിയലിലൂടെ പ്രശസ്തനായ ഇദ്ദേഹം പിന്നീട് സീത സീരിയലിലും അഭിനയിച്ചു. അത്യാവശ്യം ബോൾഡായ വ്യക്തിത്വമുള്ള ഷാനവാസ് ഷാനു കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ താൽപര്യമില്ലാത്ത ആളാണ്. അടുത്തതായി അപ്പാനി ശരത്. നടനായ അപ്പാനി ശരത് സാധാരണ നിലയിൽ പോവാനാണ് സാധ്യത. വലിയ ഹൈപ്പുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാകാൻ ഹോപ്പുണ്ട്. പിന്നെ അനുമോളാണ്. സീസൺ 2, 3, 4, 5, 6 എന്നിങ്ങനെ പല സീസണുകളിലും പ്രേക്ഷകർ വരണമെന്ന് ആഗ്രഹിച്ച സ്റ്റാർ മാജിക്കിലെ നടിയാണ് അനുമോൾ. ഇവർ വന്നാൽ ക്യൂട്ട്നെസ്സായി അവിടെ ഇരിക്കുമെന്നും ടാസ്കുകളൊന്നും ചെയ്യില്ലെന്നും ചിലർ പറയുന്നുണ്ട്. എങ്കിലും ടാസ്കുകളിൽ മികച്ച പ്രകടനം അനുമോളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാർ മാജിക്കിൽ ഫൺ ടാസ്കുകൾ ഇഷ്ടപ്പെടുന്നവരാണ് പോകാറുള്ളത്. അതിനാൽ ബിഗ് ബോസിലെ മോർണിംഗ് ടാസ്ക്, ഡെയിലി ടാസ്ക്, സ്പോൺസർ ടാസ്ക്, വീക്ക്ലി ടാസ്ക് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. അടുത്തത് ആദില നസ്റിനും ഫാത്തിമ നൂറിനുമാണ്. ലെസ്ബിയൻ കപ്പിൾസായ ആദില നസ്റിനും ഫാത്തിമ നൂറിനും ഒറ്റ മത്സരാർത്ഥിയായിരിക്കാനാണ് സാധ്യത. സീസൺ 2 അമൃത അഭിരാമി, സീസൺ 3 സജന ഫിറോസ് എന്നിവരെ കണ്ടിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായാണ് ആദ്യ ദിവസം മുതൽ 2 പേർ ഒരൊറ്റ മത്സരാർത്ഥിയായി വരുന്നത്. വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നുവന്ന ഇവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇവിടം വരെ എത്തില്ലെന്നും ഇവരിൽ ഉറപ്പായ പ്രതീക്ഷയുണ്ടെന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇവരെ 2 സമയത്തായി കയറ്റിവിട്ട് പിന്നീട് ഒറ്റ കണ്ടസ്റ്റന്റാണെന്ന് പ്രഖ്യാപിച്ചാൽ നല്ല രസമായിരിക്കുമെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ഹിന്ദി ബിഗ് ബോസിൽ ഭർത്താവും 2 ഭാര്യമാരും 3 വ്യത്യസ്ത മത്സരാർത്ഥികളായി വന്നത് ഏറെ ശ്രദ്ധേയമാണ്. അടുത്തത് ജിഷിൻ മോഹൻ. നടനായ ജിഷിൻ മോഹൻ ബോൾഡും സ്ട്രോങ്ങുമാണ്. പഴയകാലം മുതൽ പല സീരിയലുകളിലും കണ്ടിട്ടുള്ള ആളുമാണിദ്ദേഹം. ഫാഷൻ കൊറിയോഗ്രാഫറായ നവീനാണ് അടുത്തത്. ജാൻമണിയുടെയും അഭിഷേക് ജയ്ദീപിന്റെയും അടുത്ത സുഹൃത്താണ് ഈ മത്സരാർത്ഥി. അടുത്തത് അഭിശ്രീയാണ്. ഒരു ഇൻഫ്ലുവൻസറും ചുള്ളനുമാണെങ്കിലും വിവാഹിതനായ അഭിശ്രീക്ക് കാലിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ചാൻസുകൾ കുറവാണെന്ന് കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ കൺഫേം ആണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റൊരു കണ്ടസ്റ്റന്റ് RJ ബിൻസിയാണ്. RJ ബിൻസിയിൽ വലിയ പ്രതീക്ഷകളൊന്നും കാണുന്നില്ല. മേ ബി കൂടുതൽ വിവരങ്ങൾ അറിയാത്തതുകൊണ്ടാവാം. പിന്നീട് വരുന്നത് സ്റ്റാൻഡപ്പ് കൊമീഡിയനായ ദീപക് മോഹനാണ്. ബിഗ് ബോസ് വീട്ടിൽ കുറെ ഫണ്ണുകൾ നൽകുമെന്ന് പ്രതീക്ഷയുണ്ട്. ലൈവിൽ കാണാൻ രസമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്തത് കോൺട്രവേഴ്ഷ്യൽ സൂപ്പർ ഗേൾ ഓർ സൂപ്പർ സ്റ്റാർ ഓർ നായികയായ രേണു സുധിയാണ്. ഇവർക്ക് ഡ്രാമ, അഭിനയം, കോൺട്രവേഴ്സി, ബോൾഡ്നെസ് തുടങ്ങി എല്ലാ ഗുണങ്ങളുമുണ്ടെന്ന് തന്നെയാണ് പ്രത്യേകത. സുധിചേട്ടന്റെ പ്രശസ്തി ഇപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഇവരുടെ ബിഗ് ബോസ് വീട്ടിൽ തുറന്ന പെരുമാറ്റം നെഗറ്റീവിനെ പോസിറ്റീവാക്കാനും സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു. അടുത്തത് അക്ബർ ഖാൻ. പാട്ടുകാരനും മ്യൂസിഷ്യനുമായ അക്ബർ ഖാൻ നിലവിൽ സ്റ്റാർ സിംഗർ സീസൺ 2 ബിഗ് ബോസ് വീട്ടിൽ പാട്ടുകൾ എപ്പോഴും ഒരു ഈണം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്കൊരു ഹോപ്പുണ്ട്. അടുത്തതായി നടനായ മുൻഷി രഞ്ജിത്തിന്റെ പേര് പുതിയതായി സ്ഥിരീകരിച്ചതാണ്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം സീസൺ 6 തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് എന്തു പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. മറ്റൊന്ന് ഓണിയൽ സാബു. പഴയകാല ആർട്ടിസ്റ്റായ ഓണിയൽ സാബുവിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന്റെ ലുക്കിൽ തന്നെ ഒരു ബോൾഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് രേഖ രതീഷ്. സീനിയർ ആർട്ടിസ്റ്റായ രേഖ രതീഷ് പടിപ്പുര വീട്ടിലെ പത്മാവതി, പരസ്പരം, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയവയിൽ അഭിനയിച്ച അസാധ്യ കഴിവുള്ള നായികയാണ്. വ്യക്തിപരമായി നമുക്കിഷ്ടമുള്ള നടിയാണെങ്കിലും രേഖ രതീഷ് ഒരുപക്ഷെ വൈൽഡ് കാർഡ് ആയേക്കാനും മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. ആദിലയും നൂറിനും ഒരു കണ്ടസ്റ്റന്റായി ഉൾപ്പെടുന്നതുകൊണ്ട് ആകെ 18 പേരുകളാണ് ഇത്തവണത്തേക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ചത്.
സ്ഥിരീകരിച്ചിട്ടുള്ളത്. രേഖാ രതീഷിന്റെ കാര്യത്തിൽ വൈൽഡ് കാർഡ് ആകാൻ സാധ്യതയുണ്ടെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനു പുറമെ 2 കോമണേഴ്സിനെ കൂടി, അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും പ്രതീക്ഷിക്കാമെന്നും അതോടെ ആകെ 20 മത്സരാർത്ഥികളാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പരമാവധി 22 പേര് വരെ ആദ്യ ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാം പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.